ഹലോ, എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വെറൈറ്റി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബ്ലൂ ഹെയർ ബാൻഡാണ് കേട്ടോ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതേ കളറിലുള്ള ഫോം ഫ്ലവറും എടുത്തിട്ടുണ്ട്. അതേ സെയിം കളറിലുള്ള ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്, കമ്പിയുള്ളതാണ്. അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള അധികം വലിപ്പമൊന്നുമില്ലാത്തൊരു ബീഡ്സാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് ചെയ്യാനായിട്ട് 4mm ഗിയർ വയർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോപ്പർ വയർ എന്ന് പറയാം. അത് ഗോൾഡൻ കളറിലാണ് എടുത്തിരിക്കുന്നത്. അതൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുറച്ചൊരു നീളത്തിൽ. എന്നിട്ട് ഇതുപോലെ ഞാൻ മുത്തിട്ടെടുത്ത് ഒരു കമ്പി നീളത്തിലും ഒരു കമ്പി നീളം കുറച്ചിട്ടുമാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നീളത്തിൽ, ഒരുപാട് നീളം വേണ്ട, എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അത്യാവശ്യം നീളത്തിൽ ഇത്രയും ഒരു നീളത്തിൽ ഒന്ന് പിരിച്ചെടുക്കുക. എന്നിട്ട് അടുത്ത ഒരു കമ്പി ഇതുപോലെ സൈഡിലേക്ക് വലിച്ചെടുത്തിട്ട് അവിടേക്ക് നമുക്കിതുപോലെ ഒരു മുത്ത് കോർത്ത് കൊടുക്കണം. ഒരു മുത്ത് കോർത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ കുറച്ച് നീളത്തിലെടുത്തിട്ട് നന്നായിട്ട് ആ ജോയിൻറ്റിലേക്ക് വെച്ചിട്ട് വിരൽ പിടിക്കുക. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഞാൻ തള്ളവിരലൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ജോയിൻറ്റ് കണ്ടോ, ആ ഒരു ജോയിൻറ്റിലാണ് നമ്മൾ ബ്രാഞ്ചസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ജോയിൻറ്റിൽ നിന്ന് തന്നെ വീണ്ടും അതിൽ കൂടുതൽ നീളമുള്ള കമ്പി എടുക്കുക. അതിനെ വലിച്ച് ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം അടുത്ത ബീഡ് ഇട്ട് കൊടുക്കുക. അടുത്ത ബീഡ് അതിലേക്ക് കോർത്ത് കൊടുത്തിട്ട് മറ്റേതുപോലെ തന്നെ വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പിരിക്കുമ്പോൾ അതിൻ്റെ ബീഡ്സിൻ്റെ ഹോൾസൊക്കെ മുകളിലേക്ക് വരാതെ സൈഡിലേക്ക് നിൽക്കുന്ന രീതിക്കാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെരിഞ്ഞു പോകാതെ നേരെ തന്നെ പിടിച്ചിട്ട് ഇത് മുത്ത് നേരെ പിടിച്ചിട്ട് പിരിച്ചെടുക്കുക. അതുപോലെ തന്നെ അടുത്തതും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലെ തന്നെ ഒരു ജോയിൻറ്റിൽ നിന്ന് തന്നെയാണ് എല്ലാ ബ്രാഞ്ചസും കേട്ടോ. അതുപോലെ ഞാനിത് 6 ബ്രാഞ്ചസ് ഒന്നിൽ തന്നെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് 2 കമ്പികൾ നീളത്തിലിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ചുറ്റിയെടുക്കാനായിട്ട് അത്രയും കമ്പി ആവശ്യമുണ്ട് കേട്ടോ. അതുപോലത്തെ 3 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 3 ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, സെയിം മെത്തേഡിലുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫ്ലവറൊക്കെ എടുത്ത് അതിൻ്റെ കമ്പികളൊക്കെ നിവർത്തിയെടുക്കാം. ചിലതിങ്ങനെ ഇതുപോലെ അവർ ചുറ്റി വയ്ക്കുമ്പം ഒരു ബെഞ്ചായിട്ട് ചുറ്റി വയ്ക്കുമ്പം ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നിവർത്തുക. എന്നിട്ട് ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കണക്കാക്കി ഏകദേശം ഒരു സൈഡൊക്കെ സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് നന്നായിട്ട് ഈ ബ്രാഞ്ചസ് ഒരു ബ്രാഞ്ച് എടുത്തിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ടൈറ്റാക്കി ചുറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് അപ്പുറത്തേക്കും ഒരു കമ്പി ഇപ്പുറത്തേക്കുമായിട്ട് നന്നായിട്ട് ടൈറ്റാക്കി ചുറ്റിയിട്ടില്ലെങ്കിൽ ബ്രാഞ്ച് ഇളകി പോകും. ലൂസായിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ ഡാമേജ് ആവും. അപ്പോൾ നന്നായിട്ട് ടൈറ്റാക്കി ചുറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രാഞ്ചസൊക്കെ നേരെയാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലേക്കാണ് ആദ്യത്തെ ഒരു ഫ്ലവർ ചുറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ചുറ്റി കൊടുക്കണം. അപ്പോൾ കുറച്ചൊരു നേരെ, ഒരുപാട് ചെരിഞ്ഞു പോകാതെ കുറച്ചൊന്ന് നേരെയാക്കി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരെയാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രാഞ്ചസ് ചുറ്റിയതുപോലെ തന്നെ ഈ ഫ്ലവറിനെയും ഇതേപോലെ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. ഹെയർ ബാൻഡിൽ അത് നല്ല അറ്റാച്ച് ആയിട്ടിരുന്നോളും. നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതിനെക്കാട്ടും നല്ല സേഫായിട്ടിരിക്കും ഇങ്ങനെ ചുറ്റി വെച്ചാൽ. അപ്പോൾ കമ്പി ഫ്ലവറിൽ നിന്ന് വലിച്ച് പറിച്ച് ചുറ്റാതെ ഒട്ടിക്കാൻ നോക്കണ്ട. അപ്പോൾ പെട്ടെന്ന് അത് ഡാമേജ് ആയിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ കമ്പി ചുറ്റി തന്നെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഫ്ലവറും എടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഇതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റാക്കി ചുറ്റി അതിൻ്റെ അരികൊക്കെ ഒന്ന് സേഫാക്കി വെച്ചു. ഫ്ലവറിനെ ഒന്ന് എല്ലാത്തിനെയും ഒന്ന് ലെവൽ ചെയ്തൊന്ന് നേരെയാക്കി വെച്ച് കൊടുക്കുക. അത് കമ്പിയിലായതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന ഒരു ഷേപ്പിലേക്ക് അത് അഡ്ജസ്റ്റ് ആയി കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബ്രാഞ്ച് എടുക്കുക. 3 ബ്രാഞ്ചസിൽ നമ്മൾ ഒരെണ്ണം സൈഡിൽ വെച്ചു. ഇനി അടുത്ത ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ വെക്കുക. ഇതിൻ്റെ 2 കമ്പികൾ ഇപ്പുറത്തേക്കും ആക്കി വെച്ചിട്ട് നമ്മൾ ബൈക്കിലൊക്കെ ഇരിക്കില്ലേ, അതുപോലെ അതിനെ ഹെയർ ബാൻഡിലേക്ക് ഇരുത്തുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ടൈറ്റാക്കി ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അടിവശം ഞാൻ ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ടുണ്ട്, 2 കമ്പി കൂടെ കൂട്ടി പിടിച്ചിട്ട് അത് പൊന്തിയിരിക്കാനായിട്ട് കേട്ടോ, ഫ്ലവറിൻ്റെ മണ്ടയിലേക്ക് വരാനായിട്ട്. ഇനി അടുത്ത ഫ്ലവർ ഇതുപോലെ 2 കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. അത് സ്ഥലം കണക്കാക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ബ്രാഞ്ച് എടുത്ത് അതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. സൈഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആ ബ്രാഞ്ചിനെ അവിടെ പിടിച്ചിട്ട് നമുക്ക് ഈ ഫ്ലവറിനെ അവിടെ നിന്ന്
എടുത്തു മാറ്റാം. അപ്പം നമുക്ക് ആ ബ്രാഞ്ച് എത്രത്തോളം അകലത്തിൽ വെക്കണം എന്ന് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ബ്രാഞ്ച് ഇവിടെ ടൈറ്റാക്കി ചുറ്റി കൊടുത്തു. അതിനുശേഷം നമുക്ക് ആദ്യം നമ്മൾ ഫ്ലവർ ചുറ്റി കൊടുത്തില്ലേ, അതേ മെത്തേഡിൽ നമുക്ക് ഈ ഗ്യാപ്പിൽ ഈ ഫ്ലവറിനെ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അത്ര ഈസി ആയിരിക്കില്ല ഇപ്പോൾ ചുറ്റാൻ. കാരണം വെച്ചാൽ നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാക്കി ചുറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ചുറ്റിയെടുക്കണം. കുറച്ച് ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് ക്ഷമയോടെ കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് ചുറ്റുകയാണെങ്കിൽ സംഭവം നീറ്റായിട്ട് കിട്ടും. പെട്ടെന്ന് ചെയ്താൽ നമ്മളെ ഫ്ലവറും ഡാമേജ് ആകും, നമ്മളെ ബ്രാഞ്ചസൊക്കെ ആകെ അലങ്കോലാകും, ഇതിലൊക്കെ ചുറ്റിൽ പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ ഒന്ന് ക്ഷമയോടെ പതുക്കെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ ഫ്ലവർ. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ അടിയിൽ നമുക്കൊരു റിബൺ ഒട്ടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫ്ലവറിൻ്റെ അടിയിൽ ലീഫ് വരത്തില്ലേ, അതുമാതിരി വെക്കാനായിട്ട് ഒരു സാറ്റൻ റിബണിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അരികൊക്കെ ഒന്ന് ഉരുക്കി നമുക്ക് ഗ്ലൂ ഗൺ എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റിബണിനെ നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ, ഫുള്ളായിട്ട് തേച്ചിട്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിട്ട് നിൽക്കുന്നില്ലേ, അവിടെയും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതും കൂടെ നന്നായിട്ട് സേഫായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പണി. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഫ്ലവറുകളുടെ ഇടയിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. മറ്റേതും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാകും നമ്മൾ ചുറ്റിയോണ്ട് തന്നെ. എന്നിട്ട് അവിടേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, നമ്മുടെ ഫ്ലവറിനെ രണ്ടിനും ചേർത്ത് ഒട്ടിക്കുക. അപ്പോൾ അതും അവിടെ സേഫ് ആയിട്ടിരിക്കും, ഒരിക്കലും ഇളകി പോരത്തില്ല കേട്ടോ, നല്ല സേഫ് ആയിട്ടിരിക്കും. കണ്ടോ, നമ്മൾ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.